വത്സല ചേച്ചിയുടെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും അകലെയുള്ള അവരുടെ ഒരു ബന്ധുവീട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുകയാണ്. ചേച്ചിയുടെ അനുജൻ ഉദയൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഉദയൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് നമ്മുടെ വത്സല. ബന്ധത്തിൽ എനിക്കും അവർ ചേട്ടത്തിയാണ്. ഉദയന് 18 വയസ്സും ചേച്ചിക്ക് 19 വയസ്സും പ്രായം. പൊന്തക്കാടുകളിലും എള്ളുകണ്ടങ്ങളിലും തെങ്ങിൻ ചുവട്ടിലും ഒട്ടക്കുളങ്ങളിലുമൊക്കെ കളിച്ചു നടന്ന ഉദയന് ശനിയിൽ നിന്ന് ശുക്രനിലേക്കുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നു പൂച്ചക്കണ്ണുള്ള വത്സല ചേച്ചി, അവൻ്റെ ചേട്ടത്തി. ഇന്ത്യക്കാരായ നമ്മളിൽ അപൂർവം ചിലർക്ക് മാത്രം കിട്ടുന്നതാണ് ഈ സുന്ദരമായ പൂച്ചക്കണ്ണുകൾ. ചേച്ചിക്ക് ആ പൂച്ചക്കണ്ണുകൾ വളരെ ആകർഷകങ്ങളായിരുന്നു. ഉദയൻ കല്യാണത്തിന് ഒരു മാസം മുമ്പേ ഒമാനിൽ നിന്നും 4 മാസത്തേക്ക് അവധി നോക്കി വന്നതായിരുന്നു നാട്ടിൽ. ഉടനെ തിരിച്ചു പോകും. വത്സല ചേച്ചി അടുത്തുള്ള അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. വൈകുന്നേരം ആവുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തുമെന്നാണ് വത്സല ചേച്ചി പറഞ്ഞിട്ട് പോയത്. എന്നാൽ അന്ന് നേരം ഇരുട്ടിയിട്ടും അവരെ കാണാതിരുന്നപ്പോഴാണ് ഉദയൻ എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയത്. അന്ന് ഞാനും കൂടി ഉദയനൊപ്പം അവിടെ കിടക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. ഞാൻ ഉദയനെ ചേട്ടാൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഞങ്ങൾ ഓരോ കഥകളും തമാശകളും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോഴാണ് ഉദയൻ ചേട്ടൻ ഒമാനിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നത്. അവിടെ ധാരാളം ഒമാനി പെണ്ണുങ്ങൾ കിട്ടുമത്രേ, നല്ല ഒന്നാതരം നെടുവരിയൻ സാധനങ്ങൾ. അതിനിടയിലാണ് ഞാൻ ചോദിച്ചത് വത്സല ചേച്ചിയെ പറ്റി. ചേട്ടത്തി ഇന്ന് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വരാനായിരുന്നെങ്കിൽ അല്പം നേരത്തെ തന്നെ വന്നേനെ എന്ന്. എന്നാൽ രാത്രി 8 ആയപ്പോഴേക്കും വത്സല ചേച്ചി അവരുടെ അച്ഛൻ സൈക്കിളിൽ കൊണ്ടുവന്ന് വിട്ടു. അവിടെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു അവരുടെ ശരീരഭംഗി. എത്ര വലിയ തുണികൾ കൊണ്ട് മൂടിയാലും അവയെ മറച്ചു വെക്കാൻ അസാധ്യമായിരുന്നു. പലപ്പോഴും അതിനെ മറയ്ക്കാൻ അവർ പാടുപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടത്തിയുടെ ആ കാഴ്ചപ്പാട് കാണുമ്പോൾ ഞാൻ തമാശ രൂപത്തിൽ അവരെ നോക്കി ചിരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ അവരൊരു ചമ്മലോടുകൂടി എൻ്റെ അടുത്ത് നിന്നും അപ്രത്യക്ഷമാകാറാണ് പതിവ്. മാത്രമല്ല എന്നെ ഒന്ന് പിടിക്കൂ എന്ന് ആവശ്യപ്പെടുന്നത് പോലെ നമുക്ക് തോന്നും. വത്സല ചേട്ടത്തിയുടെ ഭർത്താവ് അന്യസംസ്ഥാനത്ത് ജോലി ചെയ്യുന്നു. ചേട്ടത്തിയുടെ അനുജനായിരുന്നു ഉദയൻ. ചേട്ടത്തിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമേ ആയിരുന്നുള്ളൂ. കല്യാണപ്പന്തലിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് ചേട്ടത്തിയോട് വല്ലാത്തൊരടുപ്പം തോന്നിയിരുന്നു. എന്നാൽ ചേച്ചി അങ്ങനെയൊന്നും വീഴുന്ന ടൈപ്പായിരുന്നില്ല. വിവാഹശേഷം ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി മുട്ടിയിരിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകുമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നേക്കാൾ പ്രായമുള്ളവരോട് എനിക്ക് നല്ല രീതിയിൽ തന്നെ സ്നേഹം തോന്നിയിരുന്നു. അതിനുള്ള പ്രധാന കാരണം അവരെന്നെ ശ്രദ്ധിക്കാതിരുന്നത് തന്നെയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കല്യാണം കഴിഞ്ഞ് 1 മാസമായപ്പോഴേക്കും വത്സല ചേച്ചിയുടെ ഭർത്താവ് തിരികെ ജോലി സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് വീട്ടിൽ ഉദയനും അച്ഛനും അമ്മയും ചേച്ചിയും മാത്രമായിരുന്നു താമസം. അന്ന് രാത്രി ചേച്ചിയോട് അച്ഛൻ ചേച്ചിയെ കൊണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ പോയി. ഇപ്പോൾ ഞാനും ചേച്ചിയും മാത്രമേ ആ വീട്ടിലുള്ളൂ. ചേച്ചി എന്നെ കണ്ടപ്പോൾ സാമാന്യ വിശേഷങ്ങളൊക്കെ തിരക്കി. എൻ്റെ കണ്ണുകൾ അപ്പോഴും അവർ തിരയുകയായിരുന്നു. ഉദയൻ പറഞ്ഞു, ഇന്നിവിടെ ഞാൻ കൂട്ടുകിടക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ് ദീപുവിനെ. ഇനിയിപ്പോൾ ഞാൻ വന്നില്ലേ, ഇനി അവൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇനി അവനെ പറഞ്ഞു വിട്ടേരും. ചേച്ചി ഒരു കള്ളച്ചിരി കൊണ്ടായിരുന്നു അത് പറഞ്ഞത്. ഉദയൻ പറഞ്ഞു, അത് സാരമില്ല, അവനോടെ കിടന്നോട്ടെ. എനിക്ക് അവിടെ കിടക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ആ ചേച്ചിയുടെ സാന്നിധ്യത്തിൽ ചേച്ചിയുടെ വീട്ടിൽ കിടക്കുന്നതിൽ എനിക്ക് സന്തോഷമായിരുന്നു. ഉദയൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് തമാശയൊക്കെ പറഞ്ഞ് രാത്രിയിൽ അങ്ങനെ കിടക്കാമെന്നായിരുന്നു. എന്നാൽ അവിടെ കിടത്തുന്നതിൽ വത്സല ചേച്ചിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കണ്ണുകളുള്ള പ്രത്യേക കാന്തിക ശക്തി നിറഞ്ഞ കണ്ണുകളുള്ള ചേച്ചി എനിക്ക് രാക്ഷസനെ പോലെ തോന്നി. ആ നാളുകളിൽ ഇടയ്ക്കൊക്കെ എൻ്റെ കളികൾ ലോകത്ത് പറന്നെത്തുന്നത് പൂച്ചക്കണ്ണുള്ള വത്സല ചേച്ചിയായിരുന്നു. ഒരു ദിവസം ബ്ലേഡ് കൊണ്ട് അവർ തൻ്റെ പൊടിയെല്ലാം വടിക്കുന്നത് ഞാൻ വിടവിലൂടെ കണ്ടു. അന്ന് രാത്രി ഞാനും ഉദയനും ഒരു കട്ടിലിലും വത്സല ചേച്ചി ഒറ്റയ്ക്ക് മറ്റേ കട്ടിലുമായി ഒരു മുറിയിൽ തന്നെയാണ് കിടന്നത്. അവരുടെ വീട് പുതിയതായിട്ട് പണിയിപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ജനലുകളുടെ പാളികൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വെറും ഒരു കർട്ടൻ വെച്ച് മാത്രമേ ജനൽ മറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വീട് മാറിക്കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. മാത്രമല്ല ലൈറ്റ് അണച്ചിട്ടും ജനാലകളിൽ കൂടി പ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. ഞാൻ ഭിത്തിയോട് ചേർന്നുള്ള കോണിലായിരുന്നു കിടന്നത്. അതുകൊണ്ട് ചേച്ചി കിടക്കുന്നത് എനിക്ക് അങ്ങനെ അങ്ങ് കാണാൻ കഴിയുമായിരുന്നില്ല. ഇടയ്ക്ക് ഉദയൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നപ്പോൾ ഞാൻ തല പൊക്കി ഇടയ്ക്കിടെ അങ്ങോട്ട് ചേച്ചിയെ നോക്കി. സമയം അങ്ങനെ നീങ്ങിപ്പോയി. ഞാൻ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ അങ്ങനെ കിടന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് ഉദയൻ അറിയാമായിരുന്നു. നിശബ്ദതയുടെ ആഴം കൂടിക്കൂടി വന്നു. വെളിയിൽ രാപ്പാടികളും ഊളന്മാരും ചതിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടും പേടിപ്പെടുത്തുന്ന ഒരു രാത്രി. അങ്ങനെ കിടക്കുമ്പോഴാണ് വത്സല ചേച്ചി അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞത്, ഉദയ, എനിക്ക് പേടിയാകുന്നു എന്ന്. അല്പം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഉറക്കെ പറഞ്ഞു, ഉദയ മോനെ, ചേട്ടത്തിക്ക് പേടിയാവുന്നു. അത് കേട്ട് ഉദയൻ ഉടനെ എന്നെ ഒന്ന് തപ്പി നോക്കി. ഞാൻ ഉറക്കമാണോ ഇല്ലയോ എന്നറിയാൻ. ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഉദയൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്ന്. അങ്ങനെ അവൻ പുറത്തേക്ക് പോയി. ഉദയൻ കട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നോക്കി ഞാൻ കിടന്നു. നേരെ പോയി കിടന്നത് വത്സല ചേച്ചിയുടെ കൂടെ. അതുവരെ എനിക്ക് ചേച്ചി ഒട്ടും സംശയമില്ലായിരുന്നു. ഞാനങ്ങനെ നോക്കിക്കിടന്നപ്പോൾ ജനലിൽ കൂടി അരിച്ചെത്തിയ ചെറിയ പ്രകാശത്തിൽ അത് ഞാൻ കണ്ടു.
സാവധാനത്തിൽ ചേച്ചിയുടെ പേടിയെല്ലാം മാറ്റിക്കൊടുക്കുന്ന ഉദയൻ. ഞാൻ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയും അത് നോക്കിക്കൊണ്ട് കിടന്നു. പിന്നീട് ഉദയൻ ചേച്ചിക്ക് ഒട്ടും പേടി വരാത്ത രീതിയിൽ തന്നെ നല്ലപോലെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കൊണ്ട് കിടന്ന എനിക്ക് വല്ലാതെ തോന്നി. അതുപോലെ ഒരു ദൃശ്യം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അന്നൊരിക്കൽ ഒരു ഗൾഫുകാരൻ കൊണ്ടുവന്ന ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊഴിച്ചാൽ ഒരു പെണ്ണിനെയും ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഇത്രയും പേടിയുള്ള ഒരു പെണ്ണിന് എൻ്റെ മീശ കൊടുക്കാത്ത പ്രായം. അവരുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. കൂടുതൽ അസഹനീയമാകും മുമ്പ് ഞാൻ എൻ്റെ കണ്ണുകളെ മറച്ചു. അങ്ങനെ ഒരുവിധം ചേട്ടത്തിയെ സമാധാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ പുലർച്ചെപ്പോഴോ ആയിരുന്നു ചേച്ചിയുടെ പേടി മാറാൻ. പിന്നെ ചേച്ചി ഉറങ്ങിയതിനു ശേഷം ഉദയൻ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് കിടന്നു. പിന്നീട് ഞാനും ഉറങ്ങിപ്പോയി. ഞാൻ ഉണർന്നപ്പോൾ ഉദയൻ്റെ രണ്ടാം ട്രിപ്പും തുടങ്ങിയിരുന്നു. അന്നത്തെ ആ രാത്രി ഒരു പുതിയ വഴിത്തിരിവായിരുന്നു എനിക്ക്. പിറ്റേന്ന് ഉദയൻ എവിടെയോ പോയപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചേച്ചി തനിച്ചേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കണ്ടപ്പോൾ ചേച്ചി ഒന്ന് മൂളി. ഞാൻ ഒന്നും അറിയാത്തവനെ പോലെ ചേച്ചിയുടെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ചേച്ചി അപ്പോഴൊക്കെ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തില്ല. അതിനിടയിൽ ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ചു, ഇന്നലെ രാത്രി ചേച്ചി പറയുന്നത് കേട്ടല്ലോ, ചേച്ചിക്ക് പേടിയാകുന്നു എന്ന്. രാത്രി ആയാൽ ചേച്ചിക്ക് അത്രയ്ക്ക് പേടിയാണോ? ചേച്ചി ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു എൻ്റെ ആ ചോദ്യം. ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഉദയൻ അടുത്ത് വന്ന് കിടന്നപ്പോൾ ചേച്ചിയുടെ പേടിയൊക്കെ മാറിയിരുന്നു അല്ലേ? ഞാനെല്ലാം കണ്ടുവെന്ന് അപ്പോൾ അവർക്ക് ബോധ്യമായി. അല്ലെങ്കിലും അങ്ങനെയാണ്, എല്ലാം മൂത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ടു കാണില്ല ആർക്കും. അത് ശമിപ്പിക്കാൻ വേണ്ടി അവർ പ്രയത്നിച്ചു കൊണ്ടിരിക്കും. അതിനിടയിൽ വരുന്ന തടസ്സങ്ങളൊന്നും അവർ കാണാൻ കഴിയുകയില്ല. അതുതന്നെയാണ് ചേച്ചിക്കും ഉദയനും ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത്. പാവങ്ങൾ. ഇതൊക്കെ ഞാൻ അറിഞ്ഞതും ചോദിച്ചതുമൊന്നും ചേച്ചി എന്തായാലും ഉദയൻ ചേട്ടനോട് പറയണ്ട. അയാൾക്കത് വലിയ നാണക്കേടായിരിക്കും. പറയില്ലല്ലോ ചേച്ചി? ചേച്ചി ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയ്ക്ക് പെട്ടുപോയ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ മിയാവൂ എന്ന് പറയാൻ പോലും കഴിയാതെ എൻ്റെ മുമ്പിൽ നിന്ന് വെട്ടിവിറച്ചു. ഏതായാലും അത്രയുമായ സ്ഥിതിക്ക് ഞാൻ ചേച്ചിയെ ഒന്നുകൂടി സമാധാനിപ്പിച്ചാണ് തിരിച്ചു പോകുന്നത്. തന്നെക്കാൾ 2-3 വയസ്സ് പ്രായം കുറഞ്ഞ ഒരു പുരുഷനിൽ നിന്നും. ഒരുപക്ഷെ ചേച്ചിക്ക് ഇതാദ്യമായിരിക്കും. ചേച്ചിക്ക് ഓർക്കാപ്പുറത്തേറ്റ ഒരു ആഘാതമായിരുന്നു. സ്വന്തം ബലഹീനതകൾ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലല്ലോ. പക്ഷേ എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാമായിരുന്നു. ചേച്ചി വിവാഹം കഴിഞ്ഞതോടുകൂടി അതിൻ്റെ സുഖം നന്നായി പോലെ അറിയാമായിരുന്നു. ഭർത്താവിൻ്റെ കൂടെ ഒരു മാസം നിന്നപ്പോഴാണ് ചേച്ചി അത് പഠിച്ചത്. അതിൽ നിന്നും വേറിട്ട് നിൽക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ സ്വന്തം അനുജനെ തന്നെ കൂടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് അവർക്ക് കഴിയുമായിരുന്നില്ല. ഇനി ഒരു മാസം കൂടി അയാൾ അവിടെ കാണും. ചേച്ചിയുടെ ഇനിയുള്ള ജീവിതം എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ചേച്ചിയെ എനിക്ക് പലതും പഠിപ്പിക്കാനുണ്ട്. അങ്ങനെ ചേച്ചിയെ വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറായിരുന്നില്ല. ഞാനൊരു അവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം എനിക്ക് വന്നെത്തി. ഒരു ശനിയാഴ്ച. ഉദയൻ ചേട്ടൻ എന്തോ ആവശ്യത്തിനായി ഒരാഴ്ചത്തേക്ക് മദ്രാസിൽ പോവുകയാണ്. അയാളെ റെയിൽവേ സ്റ്റേഷനിൽ വരെ ഞാനാണ് കൊണ്ടുവിട്ടത്. അന്ന് വൈകുന്നേരം വത്സല ചേച്ചിയെ ഞാൻ പോയി കണ്ടു. ചേച്ചിയുടെ അമ്മായിച്ചനും അമ്മായിമ്മയും ആ സമയം വീട്ടിലുണ്ടായിരുന്നു. അവർ തെക്കേ മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. കൊഞ്ചുള്ള സംസാരം കേട്ടപ്പോൾ ഞാൻ ചേച്ചി പിടിച്ചു. രാത്രി ചേച്ചിക്ക് പേടിയാണ്. ഞാനും ചേച്ചിക്ക് കൂട്ട് കിടക്കട്ടെ. അയാൾ പൂർണ്ണമായും തന്റെ വഴിക്ക് വന്നു. ബോധമായി രശ്മിയെ കണ്ണുകൾ കൊണ്ട് എന്നെ ഇഷ്ടമാണോ ചേച്ചി? അത് കേട്ടപ്പോൾ നോക്കി. അത് സാരില്ല ചേച്ചി, അയാൾ സന്തോഷമാണോ അതിനുള്ള ദേഷ്യമാണോ? വീട്ടിൽ വന്നപ്പോൾ കാപ്പി പോലും കൊടുക്കാൻ എനിക്ക് മനസ്സിലായില്ല എന്നും പറഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. എന്താണെന്നറിയില്ല, ഞാൻ ചേച്ചിയെ കണ്ടെന്ന് മുതൽ എനിക്ക് വല്ലാത്ത സ്നേഹമാണ് ചേച്ചിയോട് തോന്നുന്നത്. ചേച്ചിക്കും അങ്ങനെയാണോ? ചേച്ചി ശ്വാസം പോലും വിടാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറിക്കിട്ടിയെങ്കിലെന്നായിരുന്നു ചേച്ചി അപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക. എൻ്റെ പ്രായം അനുസരിച്ച് നോക്കുമ്പോൾ ചേച്ചിയോട് എനിക്ക് വല്ലാത്ത പ്രണയം തോന്നിയിരുന്നു. ആ പ്രായത്തിൽ സാധാരണ എല്ലാവർക്കും തോന്നുന്ന പോലുള്ള പ്രേമം അത് അടക്കാനാവാത്തതാണ്. അത്തരം പ്രേമങ്ങൾ ജീവിതാവസാനം വരെ മനസ്സിൽ നിന്ന് വിട്ടുപോവുകയുമില്ല. ഒന്നും മിണ്ടാതെ നിന്നിരുന്ന ചേച്ചി അവസാനം എന്നെ നോക്കി പറഞ്ഞു, എന്നോട് എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോൾ ഒത്തിരി ജോലിയുണ്ട് ഇവിടെ, ഞാൻ പോവാണ്, എന്നെ ശല്യപ്പെടുത്തരുത് എന്ന്. എന്നെ പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കണ്ട. എനിക്കറിയാമല്ലോ ചേച്ചിക്ക് എന്നോട് വലിയ ഇഷ്ടമാണെന്ന്. നിന്നോട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇഷ്ടമൊന്നും എനിക്ക് നിന്നോടില്ല. അത്തരം ഇഷ്ടങ്ങളൊന്നും ശരിയാവില്ല. അപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ അനിയനോടുള്ള ഇഷ്ടം അതെന്താ ശരിയാണോ? ആ ചോദ്യത്തിന് മുമ്പിൽ അവരാകെ ചമ്മിപ്പോയിരുന്നു. എൻ്റെ സ്നേഹം ഉദയനെ പോലുള്ളതല്ല. എനിക്ക് ചേച്ചിയോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണ്. അവർ ഒന്നും മിണ്ടാതെ അല്പനേരം നിന്നു. എന്താ ഇക്കാര്യത്തെപ്പറ്റി ചേച്ചി ഒന്നും മിണ്ടാത്തത്? ഞാൻ വിവാഹിതയായ ഒരു സ്ത്രീയാണെന്ന കാര്യം നീ മറക്കരുത്. വിവാഹം ഇതിനൊരു തടസ്സമല്ല ചേച്ചി. ചേച്ചിയുടെ ഭർത്താവ് യഥാർത്ഥത്തിൽ ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ അയാൾ എത്രയും വേഗം ചേച്ചിയെ കളഞ്ഞിട്ട് പോകുമായിരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്നോട് ഇഷ്ടമാണെന്ന് നീ കള്ളം പറയുന്നതാണെങ്കിലോ? ഞാൻ എന്തിനാ ഇതൊക്കെ കള്ളം പറയുന്നത്? സത്യമായും എനിക്ക് ചേച്ചി വലിയ ഇഷ്ടമാണ്. എന്നെ 100% വിശ്വസിക്കും. അവർ പതുക്കെ മനസ്സ് തുറക്കുകയായിരുന്നു. അവർക്ക് മനസ്സിലായി എനിക്ക് അവരോട് സ്നേഹമുള്ള കാര്യം. എന്നോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? എനിക്ക് നിന്നേക്കാൾ പ്രായമുണ്ടല്ലോ. പ്രായവും ഇതിനൊരു തടസ്സമാവുന്നില്ല ചേച്ചി.
നീ എന്നെ പറഞ്ഞ് മയക്കിയല്ലടാ. പിന്നെ എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ആവശ്യം കഴിയുമ്പോൾ നീ അകന്നു പോകും, എനിക്കറിയാം. ഇല്ല ചേച്ചിയാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് ചേച്ചിയുള്ളത് വളരെ ആത്മാർത്ഥമായ സ്നേഹം മാത്രമാണ്. ഇന്ന് രാത്രി നമുക്കുള്ളതാണ്, നമുക്ക് മാത്രം. ഇന്ന് രാത്രി അടുക്കളയുടെ വാതിൽ തുറന്നിടുക, ഞാനിന്ന് രാത്രിയിൽ വരാം. ചേച്ചി അതിനൊന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ ചേച്ചിയുടെ ഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം പതുക്കെ ഇഴഞ്ഞാണ് നീങ്ങിയത്. എങ്ങനെയെങ്കിലും ഒന്ന് ഇരട്ടി കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ സുഖം തന്നെ ഒന്ന് വേറെയായിരുന്നു. അങ്ങനെ രാത്രി 8:30 ആകുമ്പോഴേക്കും അവരുടെ വീട്ടിൽ എല്ലാവരും ഉറങ്ങുമായിരുന്നു. അവരുടെ അമ്മായിമ്മയും അമ്മാച്ചനും തെക്കേ മുറിയിലും ഇപ്പുറത്തെ മുറിയിൽ വത്സല ചേച്ചിയുമായിരുന്നു കിടന്നുറങ്ങുന്നത്. വത്സല ചേച്ചി കിടന്നുറങ്ങുന്ന മുറിയോട് ചേർന്നായിരുന്നു അടുക്കളയിൽ കൂടി കയറി ചേച്ചിയുടെ മുറിയിൽ എത്താമായിരുന്നു. ഒട്ടുമില്ല സമയം വന്നെത്തി. ഞാൻ പതുക്കെ അടുക്കള വാതിൽക്കൽ ചെന്നു. വാതിൽ തുറന്ന് കിടന്നിരുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ചേച്ചി കിടന്നിരുന്ന മുറിയിലെത്തി. ചേച്ചിയുടെ മണം ആ മുറിയാകെ തങ്ങി നിന്നു. ആ മണം ആസ്വദിച്ചുകൊണ്ട് ഞാൻ ചേച്ചിക്കരികിലായി ചെന്നു. അങ്ങനെ കുറച്ചു നേരം അവർ തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചു. ചേച്ചിക്ക് ഭർത്താവിനെ കുറിച്ചെല്ലാം അവൻ ചോദിച്ചു. പക്ഷേ ഭർത്താവ് ഇന്നുവരെ തന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നും ഇടിയെന്നല്ലാതെ അയാൾ എന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ ചേച്ചി സങ്കടത്തോടെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. കല്യാണം കഴിഞ്ഞ് ഒന്നും ആസ്വദിക്കാനായി ചേച്ചിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം ഞങ്ങളുടെ ചെവിയിൽ വീണത്. ഞങ്ങളാകെ ഞെട്ടിത്തെറിച്ചു. ഞാൻ വേഗം തന്നെ അടുക്കള വഴി പുറത്തേക്ക് ഇറങ്ങി. ചേച്ചി ചെന്ന് വാതിൽ തുറന്നു. നോക്കിയപ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, പച്ചണ്ണനായിരുന്നു, ചേച്ചിയുടെ ഭർത്താവ്. ചേച്ചി അയാളെ കണ്ടതും ഞെട്ടിത്തെറിച്ചു. സന്തോഷമാണോ, സങ്കടമാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ ചേച്ചിയുടെ മുഖത്ത് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചേച്ചി വേഗം ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. അയാളും ചേച്ചിയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, നിനക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എനിക്കറിയാം നീ എത്രമാത്രം വിഷമിച്ചു എന്ന്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇനി നിന്നെയും കൂട്ടി മാത്രമേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. അതിനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കിയാണ് ഞാൻ വന്നത്. അതൊക്കെ കേട്ടപ്പോൾ ചേച്ചിക്ക് സന്തോഷവും കുറ്റബോധവും എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ആ വാഴത്തോപ്പിൽ ഒളിച്ചു നിന്നു. സത്യത്തിൽ ചേച്ചിയുടെ മുഖത്ത് അന്നേരം നല്ല സന്തോഷമായിരുന്നു. മറ്റൊരു കാര്യവും ചേച്ചി അന്നേരം ആലോചിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടൊരു പോക്ക് ഇല്ല എന്നും ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ചേച്ചിയും ഭർത്താവും പോകുന്ന ദിവസം ഞാൻ അന്ന് ചെന്നു. ചേച്ചി എത്തിയ സന്തോഷത്തോടെ എനിക്കെല്ലാം വെച്ച് വിളമ്പി. അങ്ങനെ അവരെ സന്തോഷത്തോടെ ഞാൻ യാത്രയാക്കി. ഒപ്പം ഉദയനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഇതിലും നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.